ദൈവത്തിൻ്റെ കൈയെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ 3 മനുഷ്യർ ഇവിടെ വന്ന് ആ ചെറുപ്പക്കാരനെ രക്ഷിച്ചു. ഒലവക്കോട് റെയിൽവേ പോലീസിൻ്റെ 3 അംഗങ്ങളാണ് ആ ഒരു ചെറുപ്പക്കാരനെ രക്ഷിക്കാനിടയാക്കിയത്. അവർ 3 പേര് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 9:30-ക്കാണ് ഈ സംഭവം ഉണ്ടായത്. എങ്ങനെയായിരുന്നു ആ സമയത്തൊരു രീതി? വൈകുന്നേരം ഞങ്ങൾ അബു താഹിർ, അഭിരാജ്, ഞാൻ ഷക്കീർ, ഞങ്ങൾ 3 പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയിലായിരുന്നു. ആ സമയത്ത് 9:30-ക്ക് ദിബ്രുഘട്ട് കന്യാകുമാരി ട്രെയിൻ വന്നു. ആ വന്നതിൽ കുറച്ച് ഹിന്ദിക്കാരിറങ്ങി, കുറച്ച് പേര് അതിൽ കയറാണ്ടായിരുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഒരു എറണാകുളത്തേക്കുള്ള യാത്രക്കാരൻ ചായയും സ്നാക്സ് ഒന്ന് മേടിച്ച് കയറാൻ. ആ സമയം ട്രെയിൻ മൂവ് ചെയ്തിരുന്നു. ട്രെയിൻ മൂവ് ചെയ്തപ്പോൾ ഞങ്ങൾ വിസിലടിച്ച് എല്ലാവരും അലർട്ട് ചെയ്തു. ആ സമയത്ത് കയറണം തടയാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ധിക്കരിച്ച ആൾ കയറിയതും ആൾക്ക് ട്രെയിനിൽ പിടുത്തം കിട്ടിയില്ല. അങ്ങനെ പ്ലാറ്റ്ഫോമിനും ട്രെയിനും ഇടയിൽ പെട്ടു. ഞങ്ങൾ 3 പട ആളെ വിളിച്ച് കയറ്റി. 10-25 മീറ്ററോളം ട്രെയിനിൻ്റെ ഇടയിൽ കൂടെ വലിച്ചിറങ്ങിപ്പോയി. പിടിച്ചു നിന്നത് കാരണം അടിയിലേക്ക് കൂടുതലായിട്ട് പോയില്ല. പിടിച്ച് ഞങ്ങൾ കയ്യിലും ഇടുപ്പിലൊക്കെ പിടിച്ചതുകൊണ്ട് വലിച്ചഴിച്ച് പോയതുകൊണ്ട് ആൾ ഉള്ളിലെ ട്രാക്കിലേക്ക് വീഴുന്നില്ല. വേറെ പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഞങ്ങൾ മാക്സിമം പുറത്തേക്ക് വലിച്ചെടുക്കാനാണ് ശ്രമിച്ചത്. അതുകൊണ്ട് ഉള്ളിലേക്ക് പോയില്ല. അതുകൊണ്ട് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഞങ്ങളുടെ ജീവൻ തന്നെ പണയപ്പെടുത്തിയാണ് ആ ജീവൻ രക്ഷിച്ചത്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവൻ കൂടി അപകടം വരികയാണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ അത് അങ്ങനെ തോന്നിയിരുന്നോ? നമ്മുടെ ജീവനും കൂടി അപകടം തോന്നിയിരുന്നോ? ഇല്ലില്ല, നമ്മൾ ആ ഡ്യൂട്ടിയിലുള്ള സമയത്ത് നമ്മുടെ മൈൻഡിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള തോന്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് പെട്ടെന്ന് റിയാക്ട് ചെയ്തിട്ട് മാക്സിമം അയാളെ വെളിയിലേക്ക് വലിച്ചിട്ടു. അങ്ങനെ അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. അയാളോട് സംസാരിച്ചിരുന്നോ ആ സമയത്ത്? തീർച്ചയായും അയാളോട് സംസാരിച്ചു. അയാൾക്ക് കൈക്ക് മാത്രം ചെറിയൊരു പരിക്കേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് ഈ ട്രെയിനിൽ ഓടിക്കയറാനൊക്കെ ശ്രമിക്കുമ്പോഴാണ്. എപ്പോഴും ഇതുപോലെ രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഓടിക്കയറുന്നതിനൊക്കെ മുൻപ് നമ്മൾ സ്വയം ചിന്തിച്ച് മാത്രം ചെയ്യുക. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ VS ചേരുന്നു. ഒപ്പം ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഗോകുൽ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഞാൻ ആലോചിച്ചത്. ഇതുപോലെ നല്ല മനസ്സുള്ള എല്ലാവരും എപ്പോഴും ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് ഓടിക്കയറുമ്പോഴോ ഈ വാഹനം പൂർണ്ണമായും നിൽക്കുന്നതിന് മുൻപ് ഓടി ഇറങ്ങുമ്പോഴോ ഒക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറഞ്ഞു തുടങ്ങാനുള്ളൂ. തീർച്ചയായിട്ടും മോത്തി, ഇതിൻ്റെ ഒരു വല്ലാത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ രക്ഷിക്കാൻ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജീവൻ കൂടി അപകടത്തിൽപ്പെടും, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. അത്രമാത്രം വളരെ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ട്രെയിനിൻ്റെ അടുത്ത് നിന്നാണ് ഇവരും രക്ഷിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥരും മനുഷ്യന്മാരാണല്ലോ, അവർക്കും എപ്പോഴും ഇങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ ഈ വീഴാൻ പോകുന്ന ആൾ പോലീസ് ഉദ്യോഗസ്ഥരെ വലിക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഉണ്ടാകാം. അപ്പോൾ ഇതൊന്നും വകവയ്ക്കാതെ ആ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ കാണിച്ചൊരു മനസ്സ്, അതൊരു വല്ലാത്തൊരു അഭിനന്ദനം അർഹിക്കുന്നതാണ്, വലിയൊരു കയ്യടി അർഹിക്കുന്നതാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ രക്ഷിക്കാൻ ഓടി അടുത്തേക്ക് വരുമ്പോൾ പേടി തോന്നിയില്ലേ? എങ്ങാനും ഞാനും വീഴുമോ എന്നൊക്കെ മനുഷ്യരാണല്ലോ, തോന്നാമല്ലോ. പക്ഷെ അവർ പറയുന്നത് അവർക്ക് അങ്ങനെ ഒരു ചിന്തയെ വന്നില്ല. ആ സമയത്ത് അയാളെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അത് അവരെന്തായാലും വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ റിപ്പോർട്ട് കാണുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും ഈ ട്രെയിനിൽ കയറുമ്പോൾ ഒരുപക്ഷെ ട്രെയിൻ ചിലപ്പോൾ മിസ്സാവായിരിക്കും, നമ്മുടെ സാധനങ്ങളൊക്കെ വാഹനത്തിനുള്ളിൽ ഉണ്ടാകാം, അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടൊക്കെ ആയിരിക്കാം ഓടിക്കയറുന്നത്. പക്ഷേ എന്തൊക്കെ പോയാലും നമ്മുടെ ആരോഗ്യത്തോളം വലുതല്ല മറ്റൊന്നും. ഒരുപക്ഷെ നമുക്ക് ഗുരുതരമായ പരിക്കുകളേൽക്കുന്ന സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഈ ട്രെയിനിൻ്റെ ഇടയിൽപ്പെട്ടാൽ, പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽപ്പെട്ടാലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ സുരക്ഷിതമല്ല. ചാടിക്കയറാനേ ട്രെയിനിൽ ഒരു കാരണവശാലും ചാടിക്കയറാൻ പാടില്ല, ചാടി ഇറങ്ങാനും പാടില്ല. അത് യാത്ര ചെയ്യുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ്. കാരണം ആ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു, പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ ദീർഘദൂര യാത്ര പോകുമ്പോൾ ഇടയ്ക്ക് വയ്യാതെയൊക്കെ വരുമ്പോൾ ഇടയ്ക്കൊന്ന് ചായ കുടിക്കാനൊക്കെ പുറത്തേക്ക് ഇറങ്ങും. ഈ ചായ കുടിക്കുന്നതിനിടയിൽ ട്രെയിൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവർ ഓടി കയറാൻ ശ്രമിക്കും. ഒരു കാരണവശാലും അങ്ങനെ വരുമ്പോൾ പേടിക്കേണ്ട. നമ്മൾ ട്രെയിൻ പോവുകയാണെങ്കിൽ പോട്ടെ, അടുത്തുള്ള RPF സ്റ്റേഷനിലോ അല്ലെങ്കിൽ റെയിൽവേ പോലീസുമായി ആ സ്റ്റേഷനിലെ ബന്ധപ്പെടുക. നമ്മുടെ സാധനങ്ങളൊക്കെ തന്നെ സുരക്ഷിതമായിരിക്കും. നമുക്ക് പിന്നീട് അത് വാങ്ങാനും അല്ലെങ്കിൽ പിന്നീട് യാത്ര തുടരാനൊക്കെ കഴിയും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഓടിക്കയറുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഒട്ടും ഒരു സാഹചര്യത്തിൽ പോലും അങ്ങനെ കയറരുത് എന്നുള്ളതാണ് ഇത് കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത്.